നല്ല ഷോ ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഗംഭീരമാണ്, ഒന്നും പറയില്ല. ഇവിടെ പക്ക മഹേഷ് നാരായണ സംഭവം തന്നെ. അതിൽ നമ്മുടെ ബിഗംസിനെ സ്റ്റാർ ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോപ്പം ഫാസ്റ്റ് ക്ലാസ്സിലെല്ലാം അടിപൊളിയാണ്. ഗംഭീര തിയേറ്റർ ഒന്നും പറയില്ല കേട്ടോ, കുഴപ്പമില്ല. പടം മസ്റ്റ് വാച്ച്. മമ്മൂട്ടി ഫസ്റ്റ് ഹീറോ, സെക്കൻഡ് ഹീറോ കുഞ്ചാക്കോവൻ എന്തായിരുന്നു ക്യാമിയോ റോളിൽ മോഹൻലാൽ. പക്ഷെ മോഹൻലാൽ കിടുക്കി ആ ക്യാമിയോ റോള്. പിന്നെ ഫഹദ് വില്ലൻ. എല്ലാവരും പോയി കാണണം, മസ്റ്റ് വാച്ച് പടം. ഈ ആക്ഷൻ ത്രില്ലറാണ്. മോഹൻലാൽ കൂടെ വന്നതിന് ശേഷമാണ് പടം ഒന്ന് കത്തി കയറിയത്. മമ്മൂട്ടിയും കൊള്ളാം. ഫാസ്റ്റ് ഫാസിലിന് നമുക്ക് നല്ലൊരു റോളാണ് കിട്ടിയിട്ടുള്ളത്. തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു പടമാണ്, മസ്റ്റ് വാച്ച്. ഒരു നല്ലൊരു സിനിമയായിരുന്നു. ഒരുപാട് നാമത്തിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമ കാണാൻ പറ്റിയത്. 4 സ്റ്റാറുകൾ ഒന്നിച്ചൊരു സിനിമയായിരുന്നു. ഒരുപാട് ഫൈറ്റ് സീൻ, ഒരുപാട് ത്രില്ലിങ് സീനുകൾ, അങ്ങനെ ഒരുപാട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സീനുകൾ കാണാൻ പറ്റി. ഒത്തിരി നാളിന് ശേഷം രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് കൊണ്ട് മിനിച്ചിട്ടുണ്ട്. രണ്ടുപേരും അടിപൊളിയായിട്ട് എൻ്റെ ഇതായിട്ടുണ്ട്. കൊള്ളാം പടം, ഓവറോൾ പടം കൊള്ളാം. രണ്ടുപേരും കത്തിച്ചിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രക്ഷയില്ല. പഴയ കാലത്തെ നടന്മാരുടെ കൂടെ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലിനാണ്. അങ്ങനെയായിരുന്നു അഭിനയം. ലാലേട്ടൻ ഉണ്ടായിരുന്ന സീക്വൻസ് ഒക്കെ വേറെ ലെവലെല്ലാം. തിയേറ്ററൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും അടിപൊളി സിനിമ തന്നെയാണ്, ഒരു ഉറപ്പായിട്ട് സൂപ്പർ സിനിമ തന്നെയാണ്. പിന്നെ ഇത് കണ്ടിറങ്ങിയപ്പോഴും മുതൽ ഫോൺ എടുക്കാൻ ചെറിയൊരു പേടിയായിരുന്നു എന്നുള്ളത്. അടിപൊളി പടമാണ്. 18 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. എന്തായാലും രണ്ടുപേരും എൻട്രിയും അടിച്ചു പൊളിച്ച്. മമ്മൂക്കയ്ക്കാണ് കുറച്ചുകൂടി സ്ക്രീൻ സ്പേസ് കൂടുതലെങ്കിലും രണ്ടുപേരും ലാലേട്ടൻ വന്ന ആ ഒരു സീക്വൻസ്, ആ ഒരു ടൈം മൊത്തം അടിച്ചു പൊളിച്ച് അഭിനയിച്ച് ലാലേട്ടൻ മസ്റ്റ് വാച്ചാണ്. പിന്നെ വേണ്ടാന്ന് തോന്നിയ ഒരു സീൻ ഇതിനകത്തുണ്ടായിരുന്നു. ആൻഡ് ഓവറോൾ മൂവി അടിപൊളിയാണ്. സിനിമ എന്ന പ്രത്യേകത ഉണ്ട്. ഒരു ന്യൂ ജനറേഷൻ, ഒരു +2 പഠിക്കുന്ന കുട്ടികളെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം അവരെ ബിഗ് സ്ക്രീനിലൂടെ കാണുന്നത്. ഈ സിനിമയുടെ സന്ദേശം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ നമ്മുടെ ഈ രാജ്യത്ത് നടക്കരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒരു പക്ഷേ നടന്നേക്കാവുമെന്ന ഒരു മെസ്സേജാണ് സിനിമ തരുന്നത്. ഒരു പാൻ ഇന്ത്യൻ സിനിമ, ഒരു ഹോളിവുഡിലോ ബോളിവുഡിലോ കാണാൻ പറ്റുന്ന ഒരു സിനിമ മമ്മൂക്കായും ലാലേട്ടനും ഫഹദും പിന്നെ അതുപോലെ തന്നെ ചാക്കോച്ചനോട് നമുക്ക് ഒരുക്കി തന്നു. ഇത്രയും മനോഹരം ഇവരെ വെച്ച് ഒരു പാൻ ഇന്ത്യൻ സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ച മഹേഷിനും ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഈ സിനിമ നിർമ്മിക്കാൻ ധൈര്യം കാണിച്ച ആൻഡ്രോ ജോസഫിനെ അഭിനന്ദിക്കുന്നു. ഈ സിനിമ ഓരോ മലയാളികളും കണ്ട് വിലയിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗംഭീര സിനിമ, അതിഗംഭീര സിനിമ. കാരണം മലയാളത്തിലെ സിനിമയിലെ ഒരു നാഴികക്കല്ലായി മാറുന്നതിലുപരി ഇന്നത്തെ സമൂഹം ചെന്നുപെടുന്ന ചതിക്കുഴികൾ, അതായത് അറിയാമല്ലോ ഇപ്പോഴത്തെ പുതിയ, അതായത് വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും ചെന്ന് പെടുന്ന ചതിക്കുഴികൾക്ക് ശക്തമായൊരു മെസ്സേജാണ് ഈ സിനിമ. കാരണം അതിലെ പ്രമേയമാണ് ഇതിൻ്റെ നട്ടെല്ല്. മഹേഷ് നാരായണ സിനിമകൾക്കൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ മേക്കിംഗ്. ആ രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും ഇതിൽ ഒരുപാട്, അതായത് നമ്മളൊരു കൊച്ചുകുട്ടി കണ്ടാലും വലിയ ആൾക്കാർ കണ്ടാലും അവർക്ക് കിട്ടേണ്ട മെസ്സേജ് കിട്ടുന്നുണ്ട്. കാരണം കുട്ടികൾ കാണുമ്പോൾ ഈ പറയുന്ന മൊബൈലിലെയും ലോൺ ആപ്പിലെയൊക്കെ ചതിക്കുഴികൾ ചെന്ന് പെടാതെ അവർക്ക് വീണ്ടും അതിൽ പെടാതിരിക്കാനുള്ളൊരു സന്ദേശം കിട്ടും. മുതിർന്നവർ കണ്ടാൽ ഈ മമ്മൂക്ക ലാലേട്ടൻ കോമ്പോയിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ജീവിതവും പറയുന്നുണ്ട്. അത് അവർക്കും ഒരു സന്ദേശമാണ്. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി. ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഒരു എന്താ പറയുക, നമ്മളൊരു ബിഗ് ബാങ് പ്രതീക്ഷിച്ചു. കുറേ മെഗാസ്റ്റാർ എല്ലാം ഒരു കോംബോ ഉണ്ടെങ്കിലും ഫിലിമിനൊരു ഇമ്പാക്റ്റും ഉണ്ട്. പക്ഷെ ഒരു എവിടെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 3 മണിക്കൂർ ഓൾമോസ്റ്റ് ഉണ്ട്. 3 മണിക്കൂറുണ്ട് ഓൾമോസ്റ്റ്. അതിൻ്റെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പടം കൊള്ളാം, സ്റ്റോറിയൊക്കെ കൊള്ളാം. ചെറിയൊരു മോഹൻലാൽ പുള്ളി ലാലേട്ടിന് ചെറിയ ഗ്യാപ്പിൽ കുറച്ച് റോള് കൊടുത്ത പോലെ ഒരു ഫീൽ, ക്യാമിയോ റോൾ, അത്രേ ഉള്ളൂ. ആവറേജ് ഒരു 1 ടൈം വാച്ചാണ്. മൂവി സ്റ്റാർ കാസ്റ്റിംഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ് വാസ് ജസ്റ്റ് എ നോർമൽ മൂവി. ഒരു സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എടുത്തു കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ചുകൂടെ എലമെൻറ്റ്സ് ആഡ് ചെയ്യായിരുന്നു. ഒരേ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് അവർ അക്രോസ് ഈ മൂവി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ കാസ്റ്റിംഗ് എന്നൊരു സംഭവമാണ് ടോപ്പിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പടം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ജസ്റ്റ് എ നോർമൽ പടം. മോനെ കാലക്ക് പൊളിച്ചു, അടിച്ചു പൊളിച്ചു. മോഹൻലാൽ മമ്മൂട്ടി കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 വർഷത്തിന് ശേഷം നമ്മൾ, കാരണം അത് കാണാൻ കൊതിച്ചിരിക്കുന്നതാണ് നമ്മൾ മലയാളികളെന്ന് പറയുന്നവർ കാണാൻ കൊതിച്ചിരിക്കുന്ന കാര്യമാണ്. ഞാൻ സന്തോഷത്തോടെ അംഗീകരിച്ചു ആ പടം. എല്ലാവരും ഈ പടം കാണാൻ വരണം എന്നാണ് പറയുന്നത്. കാരണം തിയേറ്ററിൽ തന്നെ കാണണം. എന്ന് വെച്ചാൽ നാളെ ഒരു മോഹൻലാൽ മമ്മൂട്ടി കോംബോ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ തലമുറയ്ക്ക് ലാലേട്ടൻ മോഹൻലാൽ എന്ന് പറയുന്നത് അത് നമുക്കൊരു രോമാഞ്ചമാണ്. അത് ലാലേട്ടനായാലും കൊള്ളാം, മമ്മൂക്കായാലും കൊള്ളാം. ഇപ്പം അതിൻ്റെ കൂടെ ഫഹദ് ഫാസിലും വന്നു. പിന്നെ അതിൻ്റെ കൂടെ കുഞ്ചാക്കോ ബോബനും കൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ പടം അങ്ങോട്ടൊരു വേറൊരു തലത്തിലേക്ക് പോയി.